അതുപോലെ തന്നെ ഈ ഇല പല്ലിയെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പനിക്കൂർക്ക ഇലയുടെ ഉപയോഗത്തെക്കുറിച്ചാണ്. പനിക്കൂർക്ക ഇലയ്ക്ക് നിരവധി ഉപയോഗങ്ങളാണുള്ളത്. ഒരു പനിക്കൂർക്ക എങ്കിലും നട്ടു വളർത്താത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. കൊച്ചു കുട്ടികളൊക്കെയുള്ള വീട്ടിൽ നമുക്കത് നിർബന്ധമാണല്ലോ അല്ലേ? അതുമാത്രമല്ല, ഈ ഇല കൊണ്ട് നിരവധി ഉപയോഗങ്ങളാണുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പനി, ചുമ, കഫക്കെട്ട് പോലുള്ളവ മാറുന്നതിന് ഇതിൻ്റെ നീര് തേനിൽ ചാലിച്ച് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ വയറുവേദന, സന്ധിവാതം ഇതിനെല്ലാം ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇല പല്ലിയെ ഓടിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണെന്ന് ആർക്കൊക്കെ അറിയാം? പനിക്കൂർക്ക ഇല ജനലിൻ്റെ കമ്പിയിൽ കൂടി എല്ലാം തൂക്കിയിടണം. പിന്നെ നമ്മുടെ ജനലിൻ്റെ പടിയിൽ ഇല വയ്ക്കുക. ഷോക്കേസിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും വയ്ക്കാവുന്നതാണ്. ഒരു ഇല വെച്ച് 2 ദിവസത്തിനകം റിസൾട്ട് നമുക്കറിയാൻ സാധിക്കും. ഇല വയ്ക്കുന്നിടത്തേക്ക് പല്ലി വരുത്തേയില്ല. പിന്നെ നമ്മൾ ഇത് വെച്ചിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് പോകുന്ന സമയമുണ്ടല്ലോ, ഒരാഴ്ച കഴിയുന്ന സമയത്ത് വീണ്ടും ചിലപ്പോൾ കാണാം. അപ്പം നമ്മൾ ഈ ഇല മാറ്റിയിട്ട് വേറെ പുതിയ ഇല വെച്ച് കൊടുക്കണം. ഈ ഷെൽഫിലെ ബുക്സ് എല്ലാം ഒന്ന് അടുക്കി വെച്ചപ്പോൾ ഇത് കണ്ടുവോ, 2 പല്ലികളുണ്ട് അവിടെ. അപ്പോൾ ഇതിനെ കൂടി ഒന്ന് ഓടിക്കാനായിട്ട് നമുക്ക് ഈ ഷെൽഫിൽ കൂടി പനിക്കൂർക്കയുടെ ഇല വെച്ച് കൊടുക്കാം.